ഹമാസ് പ്രത്യയശാസ്ത്രത്തിനെതിരെ വിരൽ ചൂണ്ടിയാൽ ഇവിടെ നിങ്ങളുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് പൂട്ടിടാൻ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാവും. ജയ് ശ്രീറാം അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിച്ചാൽ ഞങ്ങളത് ചെയ്യാൻ പോകുന്നില്ല. ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും കാശ്മീരി വിദ്യാർത്ഥികളെയും ഷോൾ വിൽപ്പനക്കാരെയും ആക്രമിക്കുന്നു. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഹിന്ദുത്വ ഞങ്ങൾ അനുവദിക്കില്ല. ഇൽത്തിജ മുഫ്തിയുടെ വാക്കുകളാണ്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൽ BJP അജണ്ട നടപ്പിലാക്കുന്നു എന്നും ഇൽത്തിജ മുഫ്തിയുടെ ആരോപണം. എന്തുകൊണ്ട് ഒമർ ആർട്ടിക്കിൾ 370 കുറിച്ച് സംസാരിക്കുന്നില്ല? അദ്ദേഹം സംസ്ഥാന പദവിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിൽ പലസ്തീൻ പതാക പതിപ്പിച്ച് ഹെൽമറ്റ് ധരിച്ച് കളിച്ച താരത്തെ പിന്തുണച്ച് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ മകളുമായ ഇൽത്തിജ മുഫ്തി രംഗത്ത്. പലസ്തീന്റെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ഇൽത്തിജയുടെ ചോദ്യവും വാദവും. മെഹബൂബ മുഫ്തിയും മകളും എപ്പോഴും ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികളാണ്. അടുത്തിടെയും മെഹബൂബ മുഫ്തി ഗാസയും ബംഗ്ലാദേശിനെയും ഇന്ത്യയോട് താരതമ്യം ചെയ്തു. ജമ്മു കാശ്മീർ ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റിൽ മത്സരിക്കുന്നതിനിടെ ഫുർഖാൻ ഉൽ ഹഖ് എന്ന താരമാണ് പലസ്തീന്റെ പതാക പതിച്ച ഹെൽമറ്റുമായി ബാറ്റിംഗിന് ഇറങ്ങിയത്. സംഭവത്തിൽ ബാറ്ററിയും ടൂർണമെന്റിന്റെ സംഘാടകനായ സാഹിദ് ഭട്ടിനെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഇതോടെയാണ് പോലീസിന്റെ നടപടി വന്നത്. ടൂർണമെന്റിന് ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗീകാരമില്ല എന്ന് ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. ഡിസംബർ 29 ജമ്മുവിലാണ് വിവാദത്തിന് ആസ്പദമായ ടൂർണമെന്റ് ആരംഭിച്ചത്. എല്ലാറ്റിനും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട്. സ്വതന്ത്രമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? പലസ്തീനെ കുറിച്ച് സംസാരിച്ചാൽ അതിൽ എന്താണ് തെറ്റ്? ഇൽത്തിജ ചോദിച്ചു. ലണ്ടൻ, യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം ഗാസയിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഗാസയിൽ ഒരു തലമുറ മുഴുവൻ തുടച്ചു നീക്കപ്പെടുന്നു. ഇവിടെ എന്തിനും ഏതിനും ആളുകളെ പിടികൂടുകയാണ്. VPN പോലും നിരോധിക്കപ്പെടുന്നു. നിയമത്തിന്റെ മറവിൽ എന്തും നടക്കും. ഇവിടെ നിയമവാഴ്ചയില്ല, ഇൽത്തിജ കൂട്ടിച്ചേർത്തു. BJPക്കെതിരെയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളക്കെതിരെയും ഇൽത്തിജ ആഞ്ഞടിച്ചു. ജമ്മു കാശ്മീരിൽ ഹമാസ് പ്രത്യയശാസ്ത്രം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന BJP പ്രസ്താവന സംബന്ധിച്ച ചോദ്യത്തിന് ഇവിടെ BJPയുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഇൽത്തിജയുടെ മറുപടി. ഇവിടെ ഞങ്ങൾ ഹിന്ദുത്വ അനുവദിക്കില്ല. അദ്ദേഹം BJPയുടെ അജണ്ടയാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ പെഹൽഗാം തീവ്രവാദി ആക്രമണം ഉണ്ടാകാൻ ഒരു പരിധിവരെ കാരണക്കാർ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിഷം തുപ്പുന്ന ഇവരെ പോലുള്ളവർ തന്നെയാണ്. പെഹൽഗാം ഭീകര ആക്രമണത്തിലൂടെ രക്തസാക്ഷികൾ ഉണ്ടായി എങ്കിലും ഇന്ത്യ അതിന് നൽകിയ മറുപടി ഭീകരവാദം പിന്തുടരുന്ന രാഷ്ട്രങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയാണ്. ഇവിടെ ഓരോ രാജ്യസ്നേഹിയും ആ മറുപടി ആവർത്തിക്കുന്നു. നരേന്ദ്രമോദിയെ തടയാൻ ഒരു അബ്ദുള്ളയും മുഫ്തിയും വിചാരിച്ചാൽ നടക്കില്ല. ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു വികസന സംസ്കാരം രൂപപ്പെട്ട കാശ്മീരിനെ നോക്കി കുരയ്ക്കാൻ പറ്റും. ഒരു ചുക്കും നടക്കില്ല. ഫറൂഖ് അബ്ദുള്ള ഒരവസരത്തിൽ നടത്തിയ ഗാസ പ്രയോഗം ഓരോ രാജ്യസ്നേഹിയും ചൊടിപ്പിച്ചിരുന്നു. ഇന്ത്യയിലിരുന്ന് പാകിസ്ഥാന് വേണ്ടി PR വർക്ക് ചെയ്യുന്ന അബ്ദുള്ളമാരും മുഫ്തിമാരും പണി അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്ന് ഭാരതത്തിലെ ഓരോ രാജ്യസ്നേഹിയും പറയുകയാണ്. പാകിസ്ഥാന്റെ താളത്തിനൊത്ത് എപ്പോഴും തുള്ളുന്ന ആളാണ് ഫറൂഖ് അബ്ദുള്ള. പാകിസ്ഥാനുമായി ചർച്ച നടത്തിയില്ല എങ്കിൽ ജമ്മു കാശ്മീർ ഗാസയാകും എന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പരാമർശം വെളിച്ചം വീശിയത് ഫറൂഖ് അബ്ദുള്ള പാക് ISIയുടെ കൈകളിലെ കളിപ്പാവാണ് എന്നതാണ്. പാക് സർക്കാരിന്റെ PROയെ പോലെയാണ് ഫറൂഖ് അബ്ദുള്ള പെരുമാറുന്നത്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകര ആക്രമണത്തെ അപലപിക്കുന്നതിനു പകരം അബ്ദുള്ള അവരുടെ താളത്തിനൊത്ത് തുള്ളുകയാണ്. പാകിസ്ഥാനുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇനിയെങ്കിലും അബ്ദുള്ളമാരും മുഫ്തിമാരും അവസാനിപ്പിക്കണം. ടൂറിസത്തിന്റെയും IT യുടെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കശ്മീരിനെ വളരാനും പുരോഗമിക്കാനും അനുവദിക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഗാസ പ്രയോഗത്തിന് നേരെ ശക്തമായി ഉയർന്നിരുന്നു. ജമ്മു കാശ്മീരിൽ പുതിയ വികസന സംസ്കാരം രൂപപ്പെട്ടു കഴിഞ്ഞു. ഇനി അത് തടസ്സപ്പെടുത്താൻ അബ്ദുള്ളകൾക്കും മുഫ്തികൾക്കും സാധിക്കുകയില്ല. എന്തായാലും ഇൽത്തിജ മുഫ്തി നടത്തിയ ഇത്തരം ഒരു പ്രതികരണം കശ്മീരിന്റെ ഭാഗത്തുള്ള കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന രാജ്യസ്നേഹികളായ ആൾക്കാരിൽ നിരവധി ആൾക്കാരിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.